നമ്മളിപ്പോൾ നിൽക്കുന്നത് റിഗ്ഗിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. എങ്ങനെയാണ് റിഗ്ഗിംഗ് നടക്കുന്നതെന്നുള്ളത്, സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോഡലിംഗ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സാണ് റിഗ്ഗിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സാധാരണ നമ്മൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന പോലെ തന്നെ ബോൺ സെറ്റ് ചെയ്യുന്നത് പോലെ അതേ ഘടനയിൽ തന്നെയാണ് റിഗ്ഗിങ്ങിൽ നമ്മൾ ബോൺ സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതൊരു നമ്മുടെ ക്യാരക്ടറായ സഞ്ജുവിൻ്റെ ബോണാണ്. ഇത് സാധാരണ ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന തരത്തിൽ തന്നെയാണ് നമ്മൾ സോഫ്റ്റ്വെയറിലും ബോൺ സെറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ടെക്സ്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ടെക്സ്ചറിങ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലെയിൻ സർഫേസ് ആയിരിക്കും. ഒരു കളറും ഒന്നും ഉണ്ടാവില്ല. മെയിൻ ക്യാരക്ടർ സഞ്ജുയുടെ മുഖത്ത് പെയിൻറ്റ് ചെയ്യുകയാണ്. പെയിൻറ്റിങ് ചെയ്യാനായിട്ടുള്ള യൂസ് ചെയ്ത സോഫ്റ്റ്വെയറാണ് സീബ്രഷിലാണ് പെയിൻറ്റ് ചെയ്തെടുത്തത്. ഇതെല്ലാം മൂക്കിനും എല്ലാ സ്ഥലത്തും എന്തെല്ലാം കുറച്ചൊരു റെഡിഷ് ഫീലിംഗ് വരേണ്ടിയിട്ട്, കുറച്ച് ക്യൂട്ട്നെസ് കൂട്ടേണ്ടിയിട്ടാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതായിരുന്നു ഫസ്റ്റത്തെ നമ്മുടെ മോഡലിംഗ് നിന്ന് കിട്ടിയ സഞ്ജുയുടെ മോഡൽ. ഇതിൽ ടെക്സ്ചറിങ്ങേ ഇല്ല, കളറ് ഒന്നുമില്ല, ഒരു മെറ്റീരിയൽ കൂടെ യൂസ് ചെയ്തിട്ടില്ല, നോർമൽ മെറ്റീരിയലാണ്. അതിനുശേഷം പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുള്ള സഞ്ജുവിൻ്റെ ഇമേജാണ്. ഇപ്പം നമുക്ക് കാണാം ഇതിൽ ഡ്രസ്സിങ്ങിനായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അത്ര ഒരു സിൽക്കി ആയിരിക്കും. അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടാണ് ഇത്. കുറച്ചൊരു ചെറിയൊരു സ്പെക്കുലർ കാണാം, കുറച്ച് ഷൈനി ആയിരിക്കും. ഫേസിന് വേണ്ട ക്യൂട്ട്നെസ്സും കിട്ടിയിരിക്കുന്നത്. കണ്ണിന് കുറച്ചൊരു ഗ്ലോ ഉണ്ടാവാം. കണ്ണിന് നമ്മുടെ ചെറിയൊരു സ്പെക്കുലർ, നമുക്ക് കണ്ണിന് കുറച്ച് തിളക്കം കിട്ടേണ്ടിയിട്ട് കൊടുക്കുന്ന ഇതാണ്. കുറച്ച് ചെറിയ ടെക്സ്ചറിങ് ഇതാണ്, എഫക്ട്സ് ആണ് അത്. ഇപ്പോൾ ഹെയർ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹെയറാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 100ഓളം മെറ്റീരിയലാണ് യൂസ് ചെയ്തത്. ഞാൻ പറഞ്ഞ പോലെ ഓരോ സർഫേസ് മീൻസ് ഓരോ ഡ്രസ് കോഡിന് വേണ്ടിയിട്ട് ഡ്രസ്സിന് തനി മെറ്റീരിയൽ, ഇതെല്ലാം ഓരോ മെറ്റീരിയലാണ്. ഇപ്പോൾ മുഖത്തിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ തനിയുണ്ട്, ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള തനി, ഷൂ, ബെൽറ്റ്, എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നു. ഇത് മായയുടെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കിട്ടുന്ന ഷെയ്ഡറാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. വേറൊരു ക്യാരക്ടറാണിത്. അതിൽ ഇപ്പോൾ ഇവൾ സെയിം സീബ്രഷിൽ തന്നെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ നമുക്ക് ഈ ടോർപിഡോയിലുള്ള മെയിൻ വില്ലൻ ക്യാരക്ടേഴ്സ് എല്ലാം ഒരു ഏലിയൻ ബിഹേവിയേഴ്സ്, ഏലിയൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ അതിൽ അവരുടെ സർഫേസ്, ബോഡി സർഫേസ്, സ്കിൻ സർഫേസ് ഇപ്പോൾ നമ്മുടെ സ്നേക്ക് അല്ലെങ്കിൽ ലിസാർഡ്, അതിൻ്റെ സർഫേസ് മാതിരിയുള്ള ചെറിയ തരത്തിലുള്ള ബംപ് എഫക്റ്റ് അതാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഡൈനോസറിൻ്റെ എല്ലാം ഒരു ഫീലിംഗ്, മീൻസ് അതിൻ്റെ സർഫേസ് ആയിട്ട് ഫീലിംഗ് കാണും. ഇതാണ് നമ്മുടെ ആനിമേഷൻ സെക്ഷൻ. ഇതെല്ലാം നമ്മുടെ ആനിമേറ്റേഴ്സാണ്, ആക്ടേഴ്സ് എന്ന് പറയാം. ഓരോരാൾ ഓരോ ക്യാരക്ടേഴ്സ് ഡീൽ ചെയ്യുന്നു. ചില സീൻസിൽ അവർ രണ്ട് ഇപ്പോൾ ഒരു വില്ലനാണെങ്കിലും ഒരു മെയിൻ ക്യാരക്ടറാണെങ്കിലും ഒരു സീനാണെങ്കിൽ അവർ ഇതായിട്ട് ആനിമേറ്റ് ചെയ്യും. ഓരോ എക്സ്പ്രഷന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് എക്സ്പ്രഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇത് നോക്കിയിട്ടായിരിക്കും അവർ ലിപ്സിങ് കാര്യങ്ങളിലും ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ടോർപിഡോ എന്ന് പറയുന്ന സൂപ്പർ ഹീറോ പ്രോജക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ടോർപിഡോയിലെ സഞ്ജുയുടെ ഒരു ഫൈറ്റിംഗ് സീക്വൻസ്, ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ലൈറ്റിംഗ് നമുക്ക് കാണാം. നമ്മുടെ ഫിലിമിൽ, ലൈവ് ആക്ഷൻ ഫിലിമിൽ സ്പോട്ട് ലൈറ്റ്, ഡയറക്ഷൻ ലൈറ്റിംഗ് ഇതെല്ലാം യൂസ് ചെയ്യുന്ന സെയിം പ്രോസസ്സ് ഇതിലും യൂസ് ചെയ്യുന്നു. ഇത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ സ്പോട്ട് ലൈറ്റ് കാണാം. സെലക്ട് ചെയ്ത് കാണിക്കും. ഇത് കണ്ടില്ലേ, ഇതാണ് സ്പോട്ട് ലൈറ്റ്. അതേമാതിരി ഡയറക്ഷൻ ലൈറ്റ് ഉണ്ട്, ഏരിയ ലൈറ്റ്, ഒരു ഫുൾ ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ലൈറ്റ് ഉണ്ട്, പിന്നെ സൺ ലൈറ്റ് ഉണ്ട്. അങ്ങനെ പലതരം ആംബിയൻ ലൈറ്റ്, പല ലൈറ്റുകളും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സീൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അതേമാതിരി നമ്മുടെ റിം ലൈറ്റ്, മെയിൻ കീ ലൈറ്റ്, അതെല്ലാം യൂസ് ചെയ്തിട്ട് നമ്മുടെ ഒരു സീൻ കമ്പോസ് ചെയ്തത് കാണിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഓരോ ലെയറായിട്ടാണ് റെൻഡർ ചെയ്യുന്നത്.
ഇപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രീക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ലൈറ്റാണ്. അതിനുശേഷം പുറമേയുള്ള ഫോർഗ്രൗണ്ട് ലൈറ്റ്, ഗ്രൗണ്ടിന് വേണ്ടിയിട്ട്. ഇതാണ് ഫൈനലായിട്ടുള്ള ഔട്ട്പുട്ട്. ഓരോ ലെയേഴ്സും ക്രിയേറ്റ് ചെയ്ത് അതിന് ഡെപ്ത് വേണ്ടത് ആവശ്യമുള്ള ഈ സൈഡിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെപ്ത് കാണാം. ദൂരെയുള്ള കുറച്ച് ഡെപ്ത് കൊടുക്കുക. അത് കമ്പോസ്റ്റിങ്ങിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓരോ ലെയർ ബൈ ലെയർ ചെയ്തിട്ടുള്ള കാര്യം. ഇതെല്ലാം ഫോർഗ്രൗണ്ടിലുള്ളത്. ഇതിൽ ചെറിയ ചെറിയ എഫക്ട്സേ ഉള്ളൂ. കൂടുതലായിട്ട് നമ്മൾ അങ്ങനെ വലിയൊരു ഫിലിമിൻ്റെ എഫക്ട്സ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ പറക്കുമ്പോഴുള്ള ചെറിയ എഫക്ട്സ് ആണേ ഉള്ളൂ, പക്ഷേ അത് നല്ല എഫക്റ്റ് കിട്ടും. എന്താ പറഞ്ഞാൽ ഓക്കെ നല്ല ഫാസ്റ്റാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അത്. അതിനുശേഷം അത്രയും ഫാസ്റ്റാണെന്നുള്ള കൂടുതൽ മീൻസ് ഒരു ചെറിയൊരു പുക പടലം മറയുന്നത് മാതിരിയും ഒരു ജസ്റ്റ് ഒരു എഫക്റ്റാണ്. പക്ഷേ അത് കൂടുതൽ എഫക്റ്റ് നമുക്ക് സീനിൽ ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പോൾ കാണാൻ പറ്റും. അതുകൊണ്ട് ഉള്ള ചെറിയ ചെറിയ എഫക്ട്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ ഇതിൽ.